പടച്ചവനെ വിചാരിച്ച്, അള്ളാഹുവിനെ വിചാരിച്ച് വിശ്വാസികളെ സ്നേഹിക്കാൻ പറ്റുന്നൊരു മനസ്സുണ്ടാവുക. അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ സ്നേഹിക്കണം. ഇന്ന മിൻ ഔസഖി ഉറൽ ഈമാനി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. ഈമാനിൻ്റെ ഏറ്റവും ഖനമുള്ള മുറിയാത്ത ഒരു കയറ് എന്ന് പറയുന്നത് അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. പടച്ചവൻ പറഞ്ഞതുപോലെ ജീവിക്കുന്ന ഒരാളെ ഇഷ്ടപ്പെടുകയും അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കാത്ത ഒരാളോട് മനസ്സിൽ വിഷമം തോന്നുകയും ചെയ്യുന്നത് ഈമാനിൻ്റെ ഖനമുള്ള ഒരു ഭാഗമാണ്, ഈമാനിൻ്റെ മുറിയാത്ത കയറാണ്. ഇന്ന മിൻ ഔസഖി ഉറൽ ഈമാൻ, ഔസഖി ഉറൽ ഈമാൻ, ഈമാനിൻ്റെ ഖനമുള്ള മുറിച്ചാൽ മുറിയാത്ത കയറ് നിങ്ങൾ പിടിക്കണമെങ്കിൽ മനസ്സിൽ നന്മ ചെയ്യുന്നവരോട് സ്നേഹം തോന്നണം, തിന്മ ചെയ്യുന്നവരോട് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു റിസെൻറ്റ്മെൻറ്റ്, തൃപ്തിയില്ലായ്മ മനസ്സിൽ വേണമെന്നാണ്. ഇന്നിപ്പോൾ എന്താ അവസ്ഥ? അതെന്തോ ആയിക്കോട്ടെ, ഇനി അവൻ എന്ത് തന്നെ ദുൽമ ചെയ്താലും, എന്ത് തന്നെ തിന്മ തെമ്മാടിത്തരം ചെയ്ത് ജീവിക്കുന്ന ആളാണെങ്കിലും നമ്മൾ പോയിട്ട് അവരോടൊക്കെ ചങ്ങാത്തവും അവരോടൊക്കെ ഇഷ്ടം കൂടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു വലിയ ഒരു കയറ് നമ്മൾ പൊട്ടിക്കുകയാണ് അവിടെ. കാരണം ആ മനുഷ്യന് നന്നാവാൻ അവസരമില്ല. ഉപദേശിക്കാൻ വേണ്ടി കൂടെ നിൽക്കാം, നിങ്ങളുടെ സൗഹൃദം അവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ കൂടെ നിൽക്കണം. നിങ്ങൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരവസ്ഥ വരികയും അവരാ തിന്മയിൽ തുടരുകയും ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ നമുക്കത് പാടില്ല. അതുകൊണ്ട് അൽ ഹുബ്ബു ഫില്ലാഹ് സാറ റജുലുൻ അഖൻ ലഹു ഫീ ഖറിയ, ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഗമാണ് പരസ്പരം കാണാൻ ഇഷ്ടപ്പെടുക. ഒരു മുഅ്മിനായ മനുഷ്യനെ കാണാൻ ഇഷ്ടപ്പെടുക, രോഗിയാകുമ്പോൾ പോയി സന്ദർശിക്കുക, എന്തെങ്കിലും വിശേഷപ്പെട്ട ഒരു സംഗതി അവരുടെ വീട്ടിൽ നടക്കുമ്പോൾ നമുക്ക് സൗകര്യപ്പെടുന്നുണ്ടോ നമ്മൾ പോയി ആ സന്തോഷത്തിൽ പങ്കുചേരുക. ഇതൊക്കെ ഹുബ്ബു ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഹുബ്ബാണ്. നമ്മൾ അങ്ങനെ ആലോചിച്ചാൽ ഇതിനൊക്കെ കൂലിയാണ്. അതൊരു ഹുബ്ബു ഫില്ലാഹ്, പടച്ചവൻ്റെ മാർഗത്തിലുള്ളൊരു സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഉദാഹരണം പറയാണ്, രോഗിയായാൽ നമ്മൾ കാണുന്നത്, വിഷമിക്കുന്ന ആളുകളെ പോയി തലോടുന്നത്, അവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നത്, ഇതൊക്കെ മുഅ്മിനീങ്ങൾ ചെയ്താൽ വലിയ കൂലിയാണ്.